ആഘോഷിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇതിനു മുമ്പും രാഷ്ട്രീയക്കാര് പൊളിറ്റീഷ്യൻസ് നമുക്കിതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തിയെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാമൂഹിക നീതി പഞ്ചായത്ത് വകുപ്പ് മന്ത്രി മിനിസ്റ്റർ MK മുനീർ സാറിനെ സ്വാഗതം. ഇതൊക്കെ രാഷ്ട്രീയക്കാർക്കും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ലഭിക്കുന്ന ഒരു ആദരവാണ്. അതൊരിക്കലും നമ്മൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. മറ്റേ കൊടിവെച്ച കാറിൽ പോവുക, പിന്നെന്താ 2-3 പേര് എസ്കോട്ട് അങ്ങനെ വരിക. സാറിന് ഇതൊന്നും പുത്തിരിയുള്ള കാര്യമല്ല. കാരണം 5 വർഷത്തോളം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് കൈകാര്യം ചെയ്തു. ആരെ കൈകാര്യം ചെയ്തു? ജനങ്ങളെ കൈകാര്യം ചെയ്തു. പിന്നെ അതിനുശേഷം വീണ്ടും ഇപ്പോൾ സാമൂഹിക നീതി പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക സുഖമുണ്ടായിരുന്നു. താങ്ക് യു. മോളുടെ പേരെന്താ? ദീപ്തിക്ക് ഒരു കൊച്ചു സമ്മാനം ഞാൻ പെട്ടെന്ന് തരാം കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഞാൻ സമ്മാനം കൊടുക്കുന്നതിലുപരി നമ്മുടെ മുനീർ സാറ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം കിട്ടിയ കുട്ടിക്ക് വലിയ സന്തോഷമായിരിക്കും. സാർ അന്ന് കൊടുത്തു കഴിഞ്ഞാൽ. കരിങ്കൊടി സമരക്കാരോട് എന്താണ് പറയാനുള്ളത്? ഒട്ടും തന്നെ യോജിപ്പില്ല ആ ഒരു രാഷ്ട്രീയ ശൈലിയോട്. ഈ ശബരിമല സന്നിധാനത്തിൽ പോകുന്ന ഭക്തന്മാർ ഉടുക്കുന്ന മുണ്ട് കറുപ്പാണല്ലോ. അതുകൊണ്ട് കറുപ്പിനെ നമ്മൾ ഭയപ്പെടേണ്ട, ബഹുമാനിക്കും. അധികമൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇടയ്ക്കൊക്കെ സംസാരിച്ച് അത് കുറുക്കി കൊള്ളുന്ന കാര്യമായിരിക്കും സംസാരിക്കുന്നത്. റാപ്പിഡ് ഫയറിന് വളരെ ഗംഭീര മറുപടി തന്നിരിക്കുകയാണ് 2 ഗസ്റ്റുകൾ. അല്ല, മന്ദിരം ഇളകുന്നു ദേവി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുനീർ സാർ അങ്ങോട്ട് കൂടി ചെറിയ. അപ്പൊ എനിക്ക് മനസ്സിലാക്കി മന്ത്രിമന്ദിരം അല്ല സാറേ, അതൊരിക്കലും ഇളകത്തില്ല. ഇനി തൽക്കാലത്തേക്ക് വല്ല 5 വർഷത്തേക്ക് വല്ല ഇളകിയാൽ തന്നെ വീണ്ടും അത് ഫിറ്റ് ചെയ്യുമ്പോൾ UDF ഭരണത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് മന്ത്രിയായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരെ ആവാനുള്ള ചാൻസ് ഒരുപക്ഷെ MK മുനീർ സാറിനുള്ള അതിനൊരു യോഗ്യതയുണ്ട്. എന്താണ് സാറിന്റെ മനസ്സിൽ കേരളം അല്ലെങ്കിൽ ഞാൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം എന്റെ വകുപ്പിൽ മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു, ഇതൊക്കെ ചെയ്ത് എനിക്ക് കാണിക്കണം എന്നൊരു സ്വപ്നം എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു വകുപ്പ് കിട്ടിയാൽ ഇന്നത് ചെയ്യാന്നല്ല, വകുപ്പ് വന്നാൽ അതെങ്ങനെ മെച്ചപ്പെടുത്താന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പം ഈ വകുപ്പ് ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയതല്ല. പക്ഷെ കിട്ടിയപ്പം അത് എങ്ങനെയൊക്കെ നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് പരിശോധിക്കുക, അത്രേ ഉള്ളൂ. എന്റെ ആഗ്രഹം പ്രധാനമന്ത്രിയാണ്. അത് കണ്ട, അത് പറഞ്ഞല്ലോ. എന്നാലും 5 വർഷം ഭരിച്ചു. ആ ഭരിച്ച സമയത്ത് സാറിന് സ്വയം ആ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റി. സാമൂഹ്യ നീതി വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഏറ്റവും പാവപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. ഇതിൽ തന്നെ ചെവി കേൾക്കാത്ത, സംസാരിക്കാത്ത കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി. അപ്പോൾ അമ്മ എന്ന് അമ്മയുടെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റാത്ത 500 കുട്ടികൾ ഇപ്പൊ അമ്മ എന്ന അമ്മയുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഒരു വലിയ കാര്യമല്ലേ അല്ലേ? അതേപോലെ ഞാൻ ഈ അടുത്ത പത്രത്തിൽ വായിച്ചൊരു കാര്യം, അതായത് പുരുഷന്മാരുടെ ഗണത്തിലും പെടുത്താൻ പറ്റാണ്ട് സ്ത്രീകളുടെ ഗണത്തിലും പെടുത്താൻ പറ്റാണ്ട് ഒരു വിഭാഗമുണ്ട്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനുള്ള കാരണം ഇവരുടെ കൈ തന്നെയാണ്. കാരണം ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് കേരളത്തിലെ ഒരു 5 മേക്കപ്പ് ആർട്ടിസ്റ്റ് എടുത്തുകൊണ്ട് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് ആ പത്രവാർത്ത കണ്ടപ്പോൾ ഇത് നല്ലൊരു കാര്യം. കാരണം എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് സംശയം വരാറുണ്ട്, ഇവർക്ക് ലേഡീസ് സെക്ഷനിലൂടെ പോണോ, ആണുങ്ങളുടെ പരിശോധന സ്ഥലത്തൂടെ പോണോ. ലേഡീസ് സെക്ഷനിലൂടെ പോകുമ്പോൾ 1-2 പോലീസുകാർ ഇവരോട് ചോദിക്കും എന്തിനീ വഴി വന്നത്. എന്നാൽ ആണുങ്ങളുടെ അതിൽ കൂടി ഇവർക്ക് പോകാനുമുള്ള മടി. കാരണം ഇവരുടെ മനസ്സ് അംഗീകരിക്കുന്നില്ല. കാരണം ഇവരെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആവുന്നതല്ല, ജന്മന ഇവരുടെ മനസ്സിലൊരു സ്ത്രീത്വമുണ്ട്. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി അതൊക്കെ വളരെ കാര്യമാണ്. പുതിയൊരു നയം കൊണ്ടുവരുന്നു, ട്രാൻസ്ജെൻഡർ പോളിസി. സത്യത്തിൽ നമ്മൾ ഇതുവരെ എത്ര പേരുണ്ട് കേരളത്തിൽ നിന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് 4000-ഓളം പേര് ട്രാൻസ്ജെൻഡറിൽ പെടുന്നുണ്ട്. അവരെ എല്ലാ സ്ഥലത്തും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ അവഗണിക്കുന്നു. ഫീമെയിൽ മെയിൽ എന്ന് എഴുതിയിട്ട് ഇവരെ ഏതിൽ ഫില്ല് ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പുതിയ കോളം തുടങ്ങാൻ പോവാണ്, X എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അതൊരു തീർച്ചയായും നല്ല കാര്യമാണ് കേട്ടോ. അവരെ കളിയാക്കുന്ന രീതിയിലുള്ള, പുച്ഛിച്ച് നോക്കുന്നതിലുള്ള ഈ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന രീതിക്കൊക്കെ
ഈ പരിപാടി ആരൊക്കെയാണോ ഇരുന്ന് കണ്ടോണ്ടിരുന്നത് അവരാരും ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവാണ്ട് അവസാനം വരെ നമ്മളോട് കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് വിനീതമായ നമസ്കാരം, നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഞാൻ അങ്ങോട്ട് വാരി വിതർന്നു. കിട്ടിയല്ല? ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ വളരെ കൊണ്ട് സന്തോഷപ്പെടുക കേട്ടോ. മുനീർ സാർ, ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഒത്തിരി എല്ലാ പരിപാടികൾക്കൊന്നും പോയി പങ്കെടുക്കുന്ന ഒരാളല്ല. എന്നാലും നമ്മുടെ ഈ കൊച്ചു പരിപാടിയിലോട്ട് വന്ന് ഈ പ്രോഗ്രാമിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, നന്നായി എൻജോയ് ചെയ്തു. കാരണം എപ്പോഴും കാണുന്ന പരിപാടിയാണ് ഞാനത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഗൗരവവും അതേസമയം വളരെ ഒരു ലളിതമായ ഒരു പരിപാടിയായി മാറി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ ഒരു പ്രതിജ്ഞ കൂടിയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രവർത്തിക്കും. ഇപ്പൊ തന്നെ കൂടുതൽ സമയം പ്രവർത്തിച്ച് കണ്ണിന്റെ താഴെയൊക്കെ കറുത്തു. പക്ഷെ അവനൊരു ആരോഗ്യം നോക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതി കേട്ടാ. ഈ കുരുന്ന കുട്ടികളോട്, പ്രതിഭകളോട് എന്താണ് സാറിന് പറയാൻ തോന്നുന്നത്? ഇവരാണ് ഭാവിയുടെ, നമ്മൾ സാധാരണ പറയും ഭാവിയുടെ ഭാഗധേയം നിർണ്ണയിക്കേണ്ടവർ. പക്ഷെ അത് ശരിയല്ല. അവർ ഇന്നിന്റെ പൗരന്മാരാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ കൂടി അനിവാര്യതയാണ് SPC, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്. ഒരുപാട് എപ്പിസോഡിൽ പിന്നിട്ട് എനിക്ക് തോന്നുന്നു വന്നപ്പോൾ ഇനിയും ഉടനെ തന്നെ വരാനൊരു തോന്നൽ. അടുത്ത പക്ഷെ ഉടനെ ഞങ്ങൾ അടുപ്പിച്ച് വിളിക്കത്തില്ല. പക്ഷെ അതില് ഗെയിം ഷോവും എല്ലാ ഒളിപ്പുകളും അവസാനമായപ്പോ നമ്മളൊന്നും മൂടായത്. ഇത്രയും മാന്യനാമന് ചെറിയ എത്രയാണെങ്കിലും തനിതന്നെ പുറത്തു വരുമല്ലോ. അപ്പൊ എന്നെയും വിളിക്കണേ അടുത്ത പ്രാവശ്യം. അതായത് ഈ മന്ത്രിസഭ പോയിട്ട് പിന്നെ ഒരു 5 വർഷം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം വരുമല്ലോ. അപ്പൊ ഇനി വരില്ല എന്നാണോ? അയ്യോ, ഓരോരുത്തർ മാറി മാറിയല്ലേ ഭരിക്കുന്നത്. മന്ത്രി അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് നമ്മക്ക് ഇവിടെ കുത്തി മറിയാം. സ്വാതന്ത്ര്യ ദിനത്തെ വിട്ടുകളിക്കണ്ട, ആ രീതിയിൽ തന്നെ അങ്ങ് പോയിക്കോട്ടെ. അതിനുവേണ്ടി പറ്റിയ ഒരു പഴയ സിനിമാ പാട്ടുണ്ട് അല്ലെ? സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറാണ് ഈ പാട്ട് പാടണമെന്ന് തന്നെ പറഞ്ഞത്. मिले सुर मेरा तुम्हारा, मिले सुर मेरा तुम्हारा, मिले सुर मेरा तुम्हारा, ओ सुर बने हमारा, गंगा यमुना संगम समतल भूमि, स्वर्गीय सुंदर भूमि, स्वतंत्र भारत भूमि, गंगा